അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടുത്തെ വഴിയിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ദഅവത്തിൻ്റെ ആദ്യ ചുവടുകളാണ്. അടുത്ത കുടുംബങ്ങളിലേക്ക്, അതുപോലെ വിശ്വസിച്ച ഹൃദയങ്ങളിലേക്ക് സത്യത്തിൻ്റെ സന്ദേശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. ഇനി ആ ഒരു സന്ദേശം തുറന്നു പറയേണ്ട ഒരു സമയം എത്തിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഫസ്ദഅ ബിമാ തുഅ്മർ. നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട ഒന്നിനെ നിങ്ങൾ തുറന്നു പറയുക. അങ്ങനെ മക്കയിലെ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഫാ മലയുടെ മുകളിൽ കയറുകയാണ്. മക്കയിലുള്ള വിവിധ ഗോത്രക്കാരെല്ലാവരെയും അവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടുത്തെ ശബ്ദം കേട്ട് ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്നുമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ കാണുന്ന മലയുടെ മറുവശത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, അതെ, കാരണം നിങ്ങളിൽ നിന്ന് ഒരു കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവമില്ല. നോക്കൂ, നിങ്ങൾ എത്ര വലിയൊരു സാക്ഷ്യമാണ്. ഇത്രയും കാലം ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള അവരുടെ നേർസാക്ഷ്യമാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന്. ഈ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നവനാണ്. കഠിനമായ ഒരു ശിക്ഷ വരാനുണ്ട്. അതിനെ മുമ്പുള്ള ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന രൂപത്തിലുള്ള ഒരു ക്ഷണമായിരുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിളിച്ചത് ഒരിക്കലും ഒരു സമ്പത്തിലേക്കല്ല, അധികാരത്തിലേക്കല്ല, സ്വന്തം ഒരു മഹത്വത്തിലേക്കുമല്ല. പിന്നെ അവരെ അള്ളാഹുവിലേക്ക് വിളിക്കുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രൂപത്തിൽ അവരെ എല്ലാവരെയും സത്യത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ സത്യം തുറന്നു പറഞ്ഞപ്പോൾ എല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചില്ല. ചിലർ എതിർക്കുന്നുണ്ട്, മറ്റു ചിലർ പരിഹസിക്കുകയാണ്. ചിലരോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ തിരിഞ്ഞു. എങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള വലിയൊരു പാഠമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും അതിനെ അഭിനന്ദിച്ചു കൊള്ളണം എന്നില്ല. നമ്മളൊരു സത്യം പറഞ്ഞാൽ അതെല്ലാവരും അതിന് കൈയടിക്കണം എന്നുമില്ല. നല്ല വഴിയിലാണെങ്കിൽ പോലും ചിലർ നമ്മെ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷേ ആളുകളുടെ കയ്യടി നോക്കിയിട്ടല്ല നമ്മൾ സത്യം തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് അവിടെയൊക്കെ നാം ലക്ഷ്യമാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നാം പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങളിൽ ഒന്നും അതുതന്നെയാണ്. സത്യം മനസ്സിലായാൽ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. സ്വഫാ മലയിൽ നിന്നുയർന്ന ആ വിളി അന്ന് മക്കയിലെ കുറച്ചാളുകൾ മാത്രമാണ് കേട്ടത്. പക്ഷേ ആ വിളി പിന്നീട് അതിരുകൾ കടക്കുകയാണ്. അറേബ്യ കടന്നു, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തുകയാണ്. ഇന്ന് കോടിക്കണക്കിന് മനുഷ്യർ ആ വിളിയുടെ സാക്ഷികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ഒരു മലയുടെ മുകളിൽ നിന്ന് അവിടുന്ന് വിളിച്ച ആ വിളി ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം അത് എത്തി നിൽക്കുകയാണ്. പക്ഷേ ആ വിളിക്ക് പിന്നാലെ എതിർപ്പുകളും പരീക്ഷണങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂടെയുണ്ടായിരുന്ന ആ വിശ്വാസികളെയും മക്കയിലെ ജനങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവർക്കുണ്ടായ ഒരുപാട് പരീക്ഷണങ്ങൾ പരിചയപ്പെടാം. അവിടുത്തെ വഴിയിൽ അടുത്ത ചുവട് അത്തരം പരീക്ഷണങ്ങളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.